നിങ്ങൾ കരിക്കട്ട കണ്ടിട്ടുണ്ടോ? കരിക്കട്ട ഉണ്ടോ? ആ കരിക്കട്ടനെ തൊട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കയ്യിലും കരി പറ്റും അല്ലേ? അതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെയും കരി പറ്റും. ഈ കരിക്കട്ടന് ഇനി എന്നാ ചെയ്യാൻ പറ്റും? ഇതെവിടെ കൊണ്ട് വെച്ചാലും ആര് തൊട്ടാലും കയ്യേല് മുഴുവൻ അഴുക്ക് പറ്റുവാ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ ചിലരും ഇങ്ങനെ ഈ കരിക്കട്ടയുടെ അവസ്ഥയാ. എൻ്റെ പൊന്നച്ച എന്നാ ചെയ്യാനാ, എന്ത് ചെയ്യാനാ? ഒരു പേപ്പർ ഇട്ട് പിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പേപ്പറെ മുഴുവൻ കരിയായി അല്ലേ? വീട്ടിൽ ഒരു കാര്യത്തിൽ അടുപ്പിക്കാതെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അവിടെയും കരിയാ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞത്, എൻ്റെ പൊന്നച്ച ചേട്ടനെ കൊണ്ട് തോറ്റു. ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എങ്ങനെ കാര്യം ശരിയാവും ചേച്ചി? അച്ഛൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ അവിടെ ഇരുന്നാൽ മതി, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. കാരണം ചേട്ടന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചേട്ടനോട് പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി. എൻ്റെ പൊന്നെ, വീട്ടിൽ ഇരിക്കുമ്പം തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട്, ജീവിതം ചില കരിക്കട്ട പോലെയാണ്, എന്നതാ ചെയ്യാൻ പറ്റണം, ഒരു പിടുത്തോ ഇല്ല. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്നാൽ ഈ കരിക്കട്ടയെ തീയോട് ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താവും? പറ പറ പറ. ആ കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിച്ച് വരുമ്പോൾ അത് തീയായി മാറ്റപ്പെടാൻ തുടങ്ങും. എന്ന പോലെ ദേ കരിഞ്ഞിരിക്കുന്ന നിനക്കും ഇച്ചിരി ചൂട് കിട്ടണം. കരിഞ്ഞിരിക്കുക ചിലര്. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടറിയാം. ചിലത് ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണോ? ഉറങ്ങണോ? എഴുന്നേക്കണോ? വീട്ടിൽ പോകണോ? കഞ്ഞി കുടിക്കണോ? എന്തിനും അവർക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല. ഉണങ്ങിയ കരിക്കട്ട പോലെ ഇരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ കരിക്കട്ടയാകാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കാനുള്ള ആളാ. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ കരിക്കട്ടയ്ക്ക് ശക്തി കിട്ടുന്നത് എങ്ങനെയാ? അതിന് തിളക്കം വരുന്നത് എങ്ങനെയാ? അതിന് ജ്വലനം വരുന്നത് എപ്പോഴാ? അതിന് തീയോട് ചേർന്നിരിക്കുമ്പോഴാ. ഈ കരിക്കട്ട പോലെ ഇരിക്കുന്ന എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന അസ്ഥികളുടെ താഴ്വരയിൽ അതിന് ജീവൻ ലഭിക്കുന്നത് അതിന് ചൂടോട് ചേർന്നിരിക്കുമ്പോഴാണ്, തീയോട് ചേർന്നിരിക്കുമ്പോഴാണ്. ആ തീ എന്ന് പറയുന്നത് എന്തുവാ? അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ഉണങ്ങിയിരിക്കുന്ന ആള് ജ്വലിക്കാൻ തുടങ്ങും. അവിടെ ഉണങ്ങിയിരിക്കുന്ന ആള് ബലം പ്രാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നിനക്കുണ്ടാവുന്ന ഓരോ സംഭവങ്ങളും നിന്നെ ജ്വലിപ്പിക്കാനുള്ളതാണ്.